ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2 അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എന്തായാലും അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബും ലൈക്കും ചെയ്തെന്നൊക്കെ ഉറപ്പ് വരുത്തുക. എന്നിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് നോക്കാം. എന്തായാലും അവർ പ്രധാനപ്പെട്ട 2 യുവ താരങ്ങളെ അവർ നിലനിർത്താൻ പോവുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും കോൺട്രാക്ട് എക്സ്റ്റൻഷൻ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഉറപ്പായിട്ട് നമുക്കറിയാം അതിലൊരാളെ നിലനിർത്തുന്ന ആ ഒരു പേരെന്ന് പറയുന്നത് അഭിഷേക് സൂര്യവംശിയാണ്. അദ്ദേഹം വേറെ ലെവൽ ഒരു രീതിയിലായിരുന്നു കഴിഞ്ഞ സീസൺ പെർഫോം ചെയ്ത്. എനിക്ക് തോന്നുന്നു വിക്രം പ്രതാപ് സിംഗിനെ കൊടുക്കുന്നതിനേക്കാട്ടിലും നല്ലത് ആ ഒരു അവാർഡ്, അതായത് എമർജിങ് പ്ലെയർ എന്നൊരു അവാർഡ് അഭിഷേക് സൂര്യവംശിക്ക് കൊടുക്കുന്നതായിരുന്നു എന്തുകൊണ്ടും നല്ലത്. വിക്രം പ്രതാപ് സിംഗ് നമുക്കറിയാം ബെസ്റ്റായിട്ട് അവർ പെർഫോം ചെയ്തു. അദ്ദേഹം ഓൾറെഡി ഒരു സ്പോട്ട് ലൈറ്റിൽ ഉണ്ടായിരുന്നൊരു താരമാണ്. നമുക്കറിയാം മുംബൈയിൽ ആ പെർഫോമൻസ് കണ്ടു മാത്രമല്ല ഇന്ത്യക്ക് വേണ്ടി അവരുടെ യൂത്ത് ടീംസിൻ്റെ വേൾഡ് കപ്പിലൊക്കെ നല്ല രീതിയിൽ കളിച്ചൊരു താരമാണ് അഭിഷേക് സൂര്യവംശി അല്ല നമ്മുടെ വിക്രം പ്രതാപ് സിംഗ്. പക്ഷേ അഭിഷേക് സൂര്യവംശി പെട്ടെന്ന് വന്നൊരു താരമാണ്. പെട്ടെന്നല്ല, എനിക്കത് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെയൊക്കെ എന്താ പറയുക ഒരു യൂത്ത് മാച്ചൊക്കെ കാണുമായിരുന്നു. ആ ഒരു മാച്ച് അഭിഷേക് സൂര്യവംശി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു താരമായിരുന്നു. അദ്ദേഹത്തെ തുടക്കത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ബട്ട് അവർ ലീഗിൻ്റെ പകുതിയൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് അവസരം നൽകി. അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ കളിച്ചു. ഒരു ഡിഫറൻറ്റ് ലെവലൊരു പ്ലെയറാണ്. എനിക്കൊന്നൊരു യൂറോപ്യൻ ലെവലൊക്കെ കളിക്കുന്ന ഒരു, അതായത് ആ ഒരു റേഞ്ചിൽ കളിക്കാൻ പറ്റിയൊരു താരമാണ്. സോ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനായിരുന്നു ഒരു എമർജിങ് പ്ലെയർ അവാർഡ് നൽകേണ്ടത്. എന്തായാലും നമ്മൾ അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. എങ്കിൽ പോലും അഭിഷേക് സൂര്യവംശി അതുപോലെ അമൻദീപ് സിംഗ് എന്ന് പറയുന്ന ഒരു പ്ലെയറിനെയും നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നിലനിർത്താൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓൾറെഡി എക്സ്റ്റെൻഡ് ചെയ്യുന്നു പറഞ്ഞു കേൾക്കുന്നു. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് നമ്മുടെ ഇവാൻ്റെ സിസ്റ്റത്തിൽ ഒരു വിദേശ മിഡ്ഫീൽഡർ എൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെയധികം കുറവായിരുന്നു. പക്ഷേ പുതിയൊരു കോച്ചിൻ്റെ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ വിദേശ മിഡ്ഫീൽഡർ വേണം എന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു വിദേശ മിഡ്ഫീൽഡറിനെ തിരയുകയാണ് എന്നൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. സോ മിക്കവാറും ഒരു നല്ല മിഡ്ഫീൽഡറിനെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കട്ടെ, അത് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഇവാൻ കലൂഷ്നിയെ പോലെ, ഇവാൻ കലൂഷ്നി നല്ലൊരു മിഡ്ഫീൽഡർ തന്നെയായിരുന്നു. അതുപോലെ തന്നെ അഹമ്മദ് ജാഹു, അതുപോലെ തന്നെ ഒരു നല്ല CMFനെ കേരള ബ്ലാസ്റ്റേഴ്സിന് കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ പുതിയ കോച്ചിൻ്റെ സിസ്റ്റത്തിൽ വിദേശ മിഡ്ഫീൽഡർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, വളരെയധികം ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നൊരു വ്യക്തിയാണ്. സോ നമുക്ക് ഉറപ്പായിട്ടൊരു വിദേശ മിഡ്ഫീൽഡറിനെ വേണം എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ നമ്മുടെ റൂമറിലൊക്കെ പറഞ്ഞു കേട്ടൊരു പേരാണ്, അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. എനിക്ക് തോന്നുന്നു എറിക്സൺ എങ്ങാണ്ട് പറയുന്നൊരു വ്യക്തിയാണ്. സ്വീഡിഷ് താരമാണ്. സ്വീഡന് വേണ്ടിയൊക്കെ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരം, 4 മത്സരങ്ങളോളം കളിച്ചിട്ടുള്ള ഒരു താരമാണ്. സോ അദ്ദേഹം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു കോച്ചിൻ്റെ കീഴിൽ, അത് നമ്മുടെ പുതിയ കോച്ചിൻ്റെ കീഴിലും കളിച്ചിട്ടുള്ളൊരു താരമാണെന്ന് തോന്നുന്നു. കാരണം FK ഗോട്ടൻബർഗ് എന്ന് പറയുന്ന ആ ഒരു ക്ലബ്ബിന് അദ്ദേഹവും കളിച്ചിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു അതിൻ്റെ കീഴിൽ കളിച്ചൊരു താരം. സോ ഒരുപക്ഷെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ സഹായിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ മാർക്കറ്റ് വാല്യൂവിന് ചേർന്ന് നിൽക്കുന്ന ഒരു താരമാണ്. 4 കോടി രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അത്രയും തന്നെ കൊടുക്കണം. ചിലപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് വാല്യൂ എത്രയാണെങ്കിൽ അതിൽ കുറച്ച് കൊടുത്താൽ മതി പല താരങ്ങൾക്കും. പക്ഷേ അതിന് അത്രയും തന്നെ കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊണ്ടുവരണമെങ്കിൽ 4 കോടി തന്നെ കൊടുക്കണം. കാരണം അദ്ദേഹത്തിന് ഏജ്ഡ് ആയിട്ടുള്ള താരമാണ്, 34 വയസ്സുണ്ട്. സോ ഏജ് കൂടുമ്പോൾ മാർക്കറ്റ് വാല്യൂവിലെ ആ ഒരു വാല്യൂയും കുറയാനുള്ള സാധ്യതകളുണ്ട്. അവരുടെ പെർഫോമൻസിനെക്കാട്ടിലും ഈ മാർക്കറ്റ് വാല്യൂയും കുറയാനുള്ള സാധ്യതയുണ്ട്. സോ എനിക്ക് തോന്നുന്നു 4 കോടി കൊടുത്താൽ മാത്രമേ അദ്ദേഹം വരത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്ത്യയാണ്, അദ്ദേഹം ഇപ്പോഴും എന്താ പറയുക സ്വീഡിഷിന് ടോപ്പ് ടയർ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ്. സോ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു സാലറി തന്നെ കൊടുത്തേ മതിയാകുള്ളൂ. സോ നമ്മുടെ ഒരു കോച്ചും ഇവിടെ ഉണ്ട്. സോ ചാൻസുകളുണ്ട് അദ്ദേഹം വരാനുള്ള. പിന്നെ നമുക്കറിയാം നമ്മൾ ഈ റൂമർ പറയുന്ന താരങ്ങളൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും സൈൻ ചെയ്യുന്നത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും സൈൻ ചെയ്യാറുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് കണ്ടു തന്നെ അറിയണം.